എന്തായാലും നമ്മുടെ ഈ സ്കൂളിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ഗൃഹാതുരത്വമുണർത്തുന്ന നോവുകളും അതുപോലെ തന്നെ സന്തോഷങ്ങളും ഒക്കെ എപ്പോഴും നിറഞ്ഞു വരുന്ന ഒന്നാണ്. ആദ്യമായി ഞങ്ങളൊക്കെ ഓർക്കുന്നത് ഞങ്ങളുടെ ബാലനെയാണ്. നമ്മുടെ ഈ സ്കൂളിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ ടീച്ചർ ചിരിച്ചു. കാരണം ടീച്ചറോട് എനിക്കും ചിരിക്കാൻ സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ പഴയ ടീച്ചർമാരിൽ ആകെ വന്നിരിക്കുന്നത് തങ്കമ്മ ടീച്ചർ മാത്രമാണ്. ഞാൻ കുറെ നോക്കി, പഴയ മുഖങ്ങളൊന്നും കാണാനില്ല. പുതിയ ആളുകളെ നമുക്ക് പരിചയമില്ല, അവർക്ക് നമ്മളെയും പരിചയമില്ല. അപ്പൊ അന്ന് ഇവിടുത്തെ പെങ്ങാമുക്ക് സ്കൂളിന്റെ IM വിജയനെ പോലെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ബാലൻ. പന്തുമായി പോവുകയും അതുപോലെ സ്കൂളിലെ ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ തവണ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് ഈ സ്കൂളിലെ ഓരോ മൺതരികൾക്കും അതുപോലെ ചുവരുകൾക്കും അതുപോലെ തന്നെ പട്ടികകളിലൊക്കെ ബാലന്റെ പേരും ബാലന്റെ കൈപ്പാടുകളും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരുപാട് ഓർമ്മകൾ നൽകുന്ന ഒന്നാണ് ഇതിന് പുറകുവശത്തുള്ള തന്താരയുടെ കാട് എന്ന് പറയും. അവിടെ പുതുതലമുറയ്ക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ആ കാട്ടിനുള്ളിൽ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു. ഇന്ന് കാടല്ല, ഇന്ന് അവിടെ ഒരുപാട് വീടുകളായി. അവിടെ ആ കുന്നിന്റെ മുകളിൽ ഉണ്ടായിരുന്ന മരക്കൊമ്പുകളിൽ ചാടി മരക്കുരങ്ങ് കളിക്കുക എന്ന് പറയുന്ന ഒരു വിനോദമായിരുന്നു ഇവിടുത്തെ ഏറ്റവും സാഹസികമായ ഒരു കായിക വിനോദം. അതൊക്കെ ഇപ്പോൾ ഒരു പക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് പറഞ്ഞാൽ അറിയണമെന്നില്ല. അതുപോലെ തന്നെ ഞങ്ങളൊക്കെ രാഷ്ട്രീയക്കാരെ, ഞാനും മണികണ്ഠനും റഷീദും അടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ പഠിച്ചവരാണ്. ഞങ്ങൾക്കൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ആദ്യ പാഠങ്ങൾ ഞങ്ങൾ പഠിക്കുന്നത് അതൊരിക്കലും ഇനി ഒരു തലമുറയ്ക്ക് സ്വപ്നം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ബസ് നിർത്താതെ പോയൊരു ബസ്സിനെ ഒരുപാട് ആളുകൾ കൂടി ചേർന്ന് തടുത്തു നിർത്തി അതിനെ ചോദ്യം ചെയ്യുന്ന വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ് എന്ന് പറഞ്ഞ മുദ്രാവാക്യമാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾക്ക് പഠിച്ച മുദ്രാവാക്യം. അവിടെ നിന്ന് അങ്ങോട്ടാണ് രാഷ്ട്രീയത്തിന്റെ വ്യത്യസ്തമായ രീതികളിലേക്കൊക്കെ പലരും ചിന്തിക്കുന്നതും അതുപോലെ വേർതിരിപ്പിരിക്കുന്നതും ഒക്കെ. അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുള്ള സ്കൂളാണ്. അതുപോലെ അധ്യാപകരൊക്കെ പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല. പക്ഷെ അത്രയ്ക്കും ഈ സ്കൂളിനെയും ഈ നാടിനെയും ഒക്കെ പുതിയ സംസ്കാര തലങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പാടുപെട്ട ഒട്ടേറെ അധ്യാപകരുണ്ട്. അവരുടെയൊക്കെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ശിരസ് നമിക്കുന്നു. എന്തായാലും കൂടുതൽ സംസാരിക്കാനുള്ള ഒരു അവസ്ഥയിലല്ലാത്തതുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്